നമസ്കാരം. ഷെക്കന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതിഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണോ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഇന്ന് ധവളപത്രം പുറപ്പെടുവിച്ചിരിക്കുന്നു. കേരളത്തിന്റെ കടബാധ്യത 5.7 ലക്ഷം കോടി ആണ് എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്, പശ്ചിമേഷ്യയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം, സംഘർഷങ്ങൾ, എണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തുന്നു. തൽഫലമായിട്ട് വിലക്കയറ്റം സാധാരണക്കാരനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. സമസ്ത മേഖലയിലും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ്. യുദ്ധവും ഒപ്പം തന്നെ അത് തൽഫലമായി ഉണ്ടാക്കുന്ന അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഒക്കെ മൂലം. ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക നില എത്രത്തോളം ശോചനീയമാണ് എന്ന് വെളിവാക്കിക്കൊണ്ടുള്ള ധവളപത്രം കൂടി വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക നില എത്രത്തോളം ശോചനീയമാണ്, ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യയിൽ അശാന്തമായി തുടരുന്ന ഈ ഒരു സാഹചര്യം സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുമോ? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകനും അധ്യാപകനും കൂടിയായിട്ടുള്ള ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഒപ്പം തന്നെ ഡോക്ടർ സെമിച്ചൻ ജോസഫ്, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, ഒപ്പം തന്നെ നിർമ്മല കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിൽ, ഒപ്പം ഭാരത് മാതാ കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ നിതിൻ തോമസും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കും. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. നിലവിലെ സാഹചര്യം ഒന്ന് ചർച്ച ചെയ്തിട്ട് അത് ഉണ്ടാക്കുന്ന പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, കുവൈറ്റിനെ ഇറാൻ ആക്രമിക്കുന്നു, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാകുന്നു. അതൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അത് എത്രത്തോളം ആശങ്കാജനകമാണ് നിലവിലെ സാഹചര്യം? ഡോക്ടർ അഭിലാഷ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ആശങ്കാജനകം തന്നെയാണ്. കാരണം ഏകദേശം മാസങ്ങളോളം നീളുന്ന ഈ യുദ്ധത്തിനപ്പുറവും ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പോയിന്റായിട്ട് നിലനിൽക്കെ തന്നെ ഇവിടെ ഇറാന്റെ ഒരു ഡബിൾ സ്ട്രാറ്റജി കൂടിയുണ്ട്. അതായത് ഓരോ തവണ ചർച്ച നടത്തുമ്പോഴും ഇവർ സമയം കൂടുതൽ എടുക്കുന്നു. ഈ സമയം കൂടുതൽ ചോദിച്ചുകൊണ്ട് ഇവരുടെ ഒരു സ്വാധീനം, ഇവരുടെ ദുസ്വാധീനം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശ്രമം കൂടി വളരെ ക്ലെവറായിട്ട് ഇവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ 60 ഡേയ്സിന്റെ ഒരു ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. ഈ 60 ഡേയ്സിലെ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അത് ഇറാന്റെ സമാധാനമല്ല അവിടെ വേണ്ടത്. ആ 60 ദിവസങ്ങൾ കൊണ്ട് അവർക്ക് വീണ്ടും ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് അവർ കിട്ടുന്നത്. കാരണം കാലങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ മതി, ഇറാനെ പറ്റിയിട്ട് വന്നിട്ടുള്ള പുതിയ പല പഠനങ്ങളിലും പറയുന്നത് ഇറാന് ഒരു നേഷൻ സ്റ്റേറ്റിന്റെ സ്വഭാവമല്ല ഉള്ളത്. ഇറാൻ ഉള്ളത് ഒരു തിയോക്രാറ്റിക് ഡിവൈൻ കോമ്പണന്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തിയാലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഏത് തരത്തിലുള്ള നെഗോസിയേഷനെയും ഒടുവിൽ അവർ ആഗ്രഹിക്കുന്നത് ഇറാന്റെ ഈ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് ഇവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ മുന്നോട്ട് കൊണ്ടുവരിക, അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഇത്രയും ദിവസത്തെ ആ ഒരു സ്റ്റാൻഡ് ഓഫിന് ശേഷം കുവൈറ്റിലെ സിവിലിയൻ സ്പോട്ടിലേക്ക് ലോയിറ്ററിംഗ് ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തുക, അതുവഴി കുവൈറ്റിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുക, ബഹ്റിന് നേരെ മിസൈൽ അയക്കുക. സോ യുദ്ധമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിനേക്കാൾ ഉപരി ഒരു അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. സോ വിച്ച് ഇസ് വൈ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളിയം റിസർവ്സ്, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സിന്റെ കാര്യത്തിലൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാവും. കാരണം ഇൻഫ്ലേഷൻ ഒരു ലെവലിനപ്പുറം, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഗവൺമെന്റിന് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലാണ് സോഷ്യൽ റിപ്പർക്കഷൻസ്, അല്ലെങ്കിൽ സാമ്പത്തികം മാത്രമല്ല സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കൂടി നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം റിമോട്ടസ്റ്റ് ആയിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും ഈ ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സോ ഇനി നടക്കുന്ന ഈ 60 ഡേയ്സ് ഫ്രെയിംവർക്കിനകത്താണ് ശരിക്കും ലോകത്തിന്റെ ഒരു പ്രതീക്ഷ തന്നെ നിലനിൽക്കുന്നത് എന്ന് നമ്മളിവിടെ പറയേണ്ടി വരും. ഓക്കെ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും അവിടുത്തെ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ പ്രവചിക്കാൻ സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഈ കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളമൊക്കെ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണവിലയിലൊരു ഷൂട്ടപ്പ് ഉണ്ടാകുന്നു. ഇവിടെ സർക്കാർ എണ്ണവില വർദ്ധിപ്പിക്കുവാൻ അത് ഇടയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഒരു ബൈ പ്രോഡക്റ്റ് എന്ന നിലയിലും സമസ്ത മേഖലയിലേക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ സർക്കാർ എത്രത്തോളം ഒരു പ്രിപ്പയർഡ് ആണ്? കാരണം ഈ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എത്രത്തോളം ഗുരുതരമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് സാധാരണക്കാരുടെ മേൽ വരാതിരിക്കുവാൻ സർക്കാർ എത്രത്തോളം ഒരു പ്രിപ്പയർഡ് ആണ് ഈ ഒരു ഘട്ടത്തിൽ? ഡോക്ടർ അഭിലാഷ്. ഇപ്പോൾ
സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഇപ്പോൾ പോലും ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ആർക്കിലേക്ക് അല്ലെങ്കിൽ അത്ര വലിയൊരു കേർവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ആ റീച്ച്. അതേസമയം ഇപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഗ്യാസോലിന്റെ വിലയൊക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു. അപ്പം സർക്കാരിനെ കൊണ്ട് ആകുന്ന രീതിയിൽ എല്ലാം തന്നെ സർക്കാർ കൃഷി ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിനപ്പുറം ഒരു സമയത്തിനപ്പുറം ഇത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന പ്രത്യാഘാതങ്ങളാണ് സാമ്പത്തിക പ്രത്യാഘാതങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും വളരെ രൂക്ഷമായിരിക്കും. ഇപ്പം സ്റ്റേറ്റുകൾക്ക് ഈ നികുതി, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന കോൺഗ്രസ് CPM തമ്മിലുള്ള ചർച്ച നടക്കുന്നു. നികുതി അഡീഷണൽ ആയിട്ടുള്ള നികുതി കുറയ്ക്കണം. ഇതൊരു ഇരട്ടത്തലയുള്ള കുറയും. അത് നികുതി നിലനിർത്തി കഴിഞ്ഞാൽ ജനരോഷം കൂടും, ഒപ്പം തന്നെ ഇൻഫ്ലേഷൻ കൂടും. ഇങ്ങനെ പല ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ചെളിവാരിയിടലിനൊക്കെ അപ്പുറത്ത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എല്ലാവരും എത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ. നമ്മൾ ഈ ധവളപത്രത്തെ പറ്റി പറഞ്ഞു. അതിൽ ഞാനൊരു വാക്കുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളത്തിനും പെൻഷനും വേണ്ടി വരുമാനത്തിന്റെ 77% നമ്മൾ ചെലവാക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന സിവിൽ സർവൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക എക്സ്റ്റോർഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ലക്ഷങ്ങൾ പെൻഷനുകൾ ഇവിടെ ചെറുപ്പക്കാർക്ക് അവർക്ക് ബേസിക് ആയിട്ടുള്ള അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ വലിയ സൗകര്യങ്ങളും ആഡംബരങ്ങളും ജീവിക്കുമ്പോൾ ഇത് തന്നെയാണ് സാമൂഹികമായിട്ടുള്ള ബാലൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ജനങ്ങളും സർക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എവിടെയൊക്കെ ചെലവ് ചുരുക്കാമോ അവിടെയെല്ലാം ചെലവ് ചുരുക്കി തെളിയിക്കണം. ഇപ്പോൾ തന്നെ മന്ത്രിമാരും MLA ഉൾപ്പെടെയുള്ളവരോടുള്ള നമുക്കൊരു ചോദ്യം ചോദിക്കാണ് ജനങ്ങൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിലും പെൻഷനിലും കുറവ് വരുത്താൻ തയ്യാറാവുന്നില്ല ഈ കാലയളവിൽ? ഈ ചോദ്യത്തിന് അവരാരും ഉത്തരം പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ പുറത്തേക്ക് മാത്രമാണ്, ജനങ്ങളുടെ ചുമലിലേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾ ഭരിക്കുന്നവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ജനങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും വാങ്ങുന്നവരുൾപ്പെടെ സ്വയം തയ്യാറാവണം. അത്രയ്ക്കൊരു സിറ്റുവേഷനിലേക്കല്ലേ നമ്മൾ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ഞാൻ ഡോക്ടർ സെമിച്ചനിലേക്ക് വരുമ്പോൾ, അങ്ങ് ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്, ഈ സോഷ്യൽ ഇഷ്യൂസ് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ച ഒരു പ്രശ്നം, ഇപ്പോൾ അങ്ങ് യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണ് അല്ലെങ്കിൽ ഇറാനിലാണ്, അതിന്റെ ഒരു തീ അല്ലെങ്കിൽ നെഞ്ചത്ത് തീ കത്തുന്നത് ഇങ്ങ് കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ വരെയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ തന്നെ ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ധവളപത്രമൊക്കെ പുറത്തിറക്കുന്നു, കേരളത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് സാധാരണക്കാരുടെ മേൽ എത്രത്തോളം ഒരു ഭാരമാണ് ഈ മാറുന്ന ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ സാഹചര്യമായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലെ ഒരു സാമ്പത്തിക മേഖലയിലെ സാഹചര്യമായിക്കോട്ടെ, അത് സാധാരണക്കാരന്റെ മേൽ എത്രത്തോളം ഒരു അധിക ഭാരം അത് ചെലുത്താനുള്ള ഒരു സാധ്യതയുണ്ട്? അത് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്ട് എത്രത്തോളം ഗുരുതരമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ? ഡോക്ടർ സെമിച്ചൻ. തീർച്ചയായിട്ടും വളരെ പറഞ്ഞോളൂ സർ. ഇത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക അവസ്ഥ, പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, അല്ലെ? ആ ഇടത്തരം കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കളകളെ ബാധിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്. അടുക്കളകളെ ബാധിക്കുക എന്നുള്ളത് വളരെ ശരാശരി ഒരു മലയാളിയുടെ ശീലങ്ങളെ പോലും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലയാളി ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ചായയുടെ വില ഇന്ന് 20ലേക്കും 25ലേക്കും പോയി എന്നുള്ളതാണ് നടക്കുന്നത്. ഒരു ദിവസം 2-3 ചായ കുടിക്കാത്ത മലയാളി ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പോലും നമ്മളുടെ പോക്കറ്റിനെ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇന്ന് വളരെ താല്പര്യത്തോടു കൂടി ഈ ധവളപത്രത്തിലെ കണക്കുകൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. നമ്മുടെ കുടിശ്ശിക എന്ന് പറയുന്നത്, ഈ സർക്കാരിന്റെ മേല് വന്നു ചേർന്നിരിക്കുന്ന കുടിശ്ശിക എന്ന് പറയുന്നത് 48,733 കോടി രൂപയാണെന്നാണ് ഈ ധവളപത്രത്തിലെ കണക്കുകൾ പ്രകാരം പറയുക. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 77% 3 സെക്ടറിലേക്ക് വേണ്ടി മാത്രം. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല, പക്ഷേ ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു. 77% ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പോകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ, ഈ 3 സെക്ടറിലേക്ക് മാത്രമാണെന്ന് വരുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഒരു നേർക്കാഴ്ചയായിട്ട് വേണം നമ്മൾ ഈ ഇതിനെ കാണാനായിട്ട്. ഇതിനെ ഒരു രാഷ്ട്രീയം, കേവലമായ ഒരു രാഷ്ട്രീയത്തിന്റെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒക്കെ ആ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രോഗ്രസീവായ
ഒരു സംസ്ഥാനത്തിന്റെ വരും കാലങ്ങളിലേക്കുള്ള വളർച്ചയെ മുൻനിർത്തിയുള്ള ഒരു ചില സൂചികകളായിട്ട് നമ്മൾ ഇതിനെ കാണാൻ സാധിച്ചാൽ വല്ലാതെ കണ്ട് വലിയ എന്താ പറയാ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹം ഉൾക്കൊള്ളേണ്ടി വരും എന്ന് പറയും. ഞാനിപ്പോ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, സർക്കാർ പെൻഷൻ പ്രായം ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടവരുത്താൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ്. വിദേശ രാജ്യങ്ങളുടെ നിലവാരത്തോട് ചേർന്ന ജീവിത നിലവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലെ 56 വയസ്സില് എന്താ സർവീസിൽ നിന്നും റിട്ടയർ ആവേണ്ടി വരുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മളൊന്ന് അതിന്റെ പിന്നിലെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 2-3 വർഷം കൂടി ഒരു പ്രൊഡക്റ്റീവായ വർഷങ്ങൾ കൂടി ഇവർ സർവീസിൽ തുടർന്നു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഖജനാവിനെ അത് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ പറയുന്നത് 6000 കോടി രൂപ ഒരു വർഷം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ 6000 കോടി രൂപയുടെ വ്യത്യാസം ബഡ്ജറ്റ് അലോക്കേഷനിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു നിർദ്ദേശം നമ്മളുടെ ബീവറേജസ് കോർപ്പറേഷനെയും സപ്ലൈകോയെയും എന്താ പറയുക കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കാണുന്നുണ്ടായിരുന്നു. ഈ നാളുകളിൽ ഈ രൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെടുന്ന ഈ നാളുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ശരാശരി മലയാളി എന്ന നിലയിൽ പലപ്പോഴും ഈ സപ്ലൈകോയുടെ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ഒരാളാണ്. അത്തരം സപ്ലൈകോ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായ കാഴ്ചയാണ്. റാക്കുകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പൊതുവിപണിയിൽ ഇടപെടുമ്പോൾ അത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന വലിയ ഇമ്പാക്ട് വളരെ വലുതാണ്. അപ്പൊ അത്തരം സപ്ലൈകോയ്ക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് കുറെ അധികം പണം സപ്ലൈകോയ്ക്ക് സർക്കാർ കൊടുക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2000 കോടിയുടെ അടുത്ത് സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പണ ലഭ്യത ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അവർക്ക് വിപണിയിൽ വേണ്ട രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ വിപണിയിൽ പണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല നിർദ്ദേശമായിട്ട് വേണം ഈ ബീവറേജസ് കോർപ്പറേഷനെയും സപ്ലൈകോയെയും ഒക്കെ ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം. ഇത് എത്രമാത്രം നടപ്പിലാവുന്ന ഒരു ആശങ്കയുണ്ട്. എങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ മറ്റൊരു മേഖല എനിക്ക് തോന്നിയത് ഈ KSEB പോലെയുള്ള വെള്ളാനകളൊക്കെ എത്ര കാലം നമ്മൾ ചുമക്കേണ്ടി വരും എന്നുള്ളൊരു ചോദ്യമാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം തീർച്ചയായും അദ്ദേഹം നേരത്തെ എന്നോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റില് അവന്റെ ദൈനംദിന ജീവിതത്തിന് മേലെയുള്ള വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഒരു ഡെമോക്രാസിന്റെ വാൾ പോലെ ഇതിങ്ങനെ നിലനിൽക്കുകയാണ്. ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിലക്കയറ്റം എന്നുള്ളത് അത് നിയന്ത്രിക്കാനായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു കഴിഞ്ഞു. ഇനി സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ പോലെയുള്ളവർ നോക്കിക്കാണുന്നത്. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അഭിലാഷ്, നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല സാഹചര്യങ്ങൾ. അതായത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏത് മേഖലയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെ ഇമ്പാക്ട് നേരത്തെ ഡോക്ടർ സെമിച്ചൻ സൂചിപ്പിച്ചതുപോലെ അത് സാധാരണക്കാരന്റെ അടുക്കളയിലായിരിക്കും അതിന്റെ തീ വീഴുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ അന്താരാഷ്ട്ര പൊളിറ്റിക്സിന്റെ ആ ഒരു തുടുപ്പുകൾ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നയ രൂപീകരണം, ഒരു സമീപനം, അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തായിക്കോട്ടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തായിക്കോട്ടെ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളം വളരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പ്രവാസികളുടെ ഒരു സാമ്പത്തികം, ആ ഒരു മേഖലയെ കേരളം വളരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നയ രൂപീകരണം മാറുന്ന ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതം തന്നെയല്ലേ ഡോക്ടർ അഭിലാഷ്? 100% യോജിക്കുന്നു. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ലോകത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിലെ ഒരു പഞ്ചായത്തിന് പോലും ആഗോള തലത്തിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. ബിക്കോസ് അത്രയ്ക്ക് നമ്മൾ ഇന്റർകണക്റ്റഡ് ആണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഇന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുരണനങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആ സംസ്ഥാന ബജറ്റിനകത്ത് പ്രതിഫലിക്കുന്നത് ആഗോള നയവ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ആഗോള സാമൂഹിക വ്യതിയാനങ്ങളുടെയും കൂടി കണക്കെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് വരാൻ. അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, തൊഴിൽ ദാതാക്കളെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിയിലുള്ള അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് എനിക്ക് ഈ അധ്യാപനം എന്ന രീതിയിൽ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിലബസിനകത്ത് 12 വർഷം അല്ലെങ്കിൽ 12, 15 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ജോലി കിട്ടുന്ന സാധ്യത പോലും ഈ സിലബസിൽ നിന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് സമൂലമായിട്ടുള്ള മാറ്റം
ഓരോ വ്യക്തിക്കും വികസനത്തിനും, ഓരോ വ്യക്തിയുടെ വികസനത്തിനും, ഓരോ വ്യക്തിയുടെ നേട്ടത്തിനും കൂടി ആവുന്ന രീതിയിൽ ഗ്ലോബൽ ചേഞ്ചസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ നമ്മൾ തയ്യാറായി പറ്റും. ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ അവിടെയാണ് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്യൂറോക്രസിയുടെയും പൊളിറ്റീഷ്യൻസിന്റെയൊക്കെ മാറാനുള്ള വിമുഖതയും ഭയവും നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ട് ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഈ ചെലവ് കുറയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ വാഹനങ്ങൾ കുറയ്ക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശമൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒക്കെ ഭാഗത്തുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോർപ്പറേഷൻ MDക്കും ഓരോ ചെയർമാനും ഒരു ഇന്നോവയാണ്. ഈ ഇന്നോവ ഡീസൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവർക്കൊന്നും ഇതൊന്നും ബാധകമല്ലേ? സാധാരണക്കാരൻ മാത്രം ഈ ഭാരം ചുമന്നാൽ മതിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ പുതിയൊരു സർക്കാർ വന്നിരിക്കുന്നു, അവർ മാറ്റങ്ങൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുവെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ അവരിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി അങ്ങയുടെ ചാനലിൽ കൂടി ചോദിക്കുകയാണ്. MP മാർക്കും MLA മാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ സാമ്പത്തിക പ്രതിസന്ധി കണ്ടുകൊണ്ട് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം നിയമസഭയിൽ പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടോ? അത് ഭരണവും പ്രതിപക്ഷമല്ല, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ശേഷം മതി സാധാരണക്കാരനിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്. സ്വയം മാറട്ടെ ആദ്യം. എനിക്ക് തോന്നുന്നു ഡോക്ടർ അഭിലാഷ് അങ്ങ് ചോദിച്ച ആ ചോദ്യത്തിന് ഏകകണ്ഠേന ഉത്തരം പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും മത്സരിക്കും. നോ എന്ന് ഉത്തരം പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. സാധാരണക്കാരന്റെ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ സ്വയം വിലയിരുത്തട്ടെ എന്നൊരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഡോക്ടർ നിതിനിലേക്ക് വന്നു കഴിയുമ്പോൾ, ഡോക്ടർ നിതിൻ, നമുക്ക് ഈ ധവളപത്രത്തിലേക്ക് കുറെ കൂടി ആഴത്തിൽ നമ്മൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 5.7 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത. സംസ്ഥാനം ഈ കടമെടുക്കുന്നത് മൂലധന വികസന പ്രവർത്തികൾക്കല്ല എന്ന് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ ബീസ് പൊളിറ്റിക്സിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പോൾ ഈ ധവളപത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക നിലയുടെ ഒരു ചിത്രം നമ്മൾ വിലയിരുത്തുമ്പോൾ എത്രത്തോളം രൂക്ഷമാണ് നമ്മൾ ഈ ധവളപത്രത്തെ വിലയിരുത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അത് മറികടക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും ഡോക്ടർ നിതിൻ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ ആഴമേറിയതാണ് എന്നുള്ളതാണ് ഈ ധവളപത്രം ഇന്ന് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷം കോടിയിലേറെ കടം നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അത് ഏതാണ്ട് നമ്മുടെ GSDP-യുടെ, അതായത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 35% വരും. മറ്റ് സംസ്ഥാനങ്ങളുടെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളൊക്കെ 30-ൽ താഴെയാണ്. നമ്മൾ വളരെയധികം അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്തി നിൽക്കുന്നത്. അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് എന്ന് നോക്കിയാൽ 2022 വരെ, 2017 മുതൽ 2022 വരെയുള്ള 5 വർഷങ്ങൾ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിച്ചിരുന്നു. GST നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമ്മി വന്നാൽ അത് കേന്ദ്ര സർക്കാർ നികത്തിക്കോളാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ കിട്ടിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്മേലാണ് നമ്മൾ മുന്നോട്ട് പോയത്. 2022-ലാണ് അത് പെട്ടെന്ന് നിൽക്കുന്നതും നമ്മൾ അതുവരെ എടുത്തിരുന്ന പ്രത്യേകിച്ചും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് ഉണ്ട്. കിഫ്ബിയിലൂടെയും KSSPL-ലൂടെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും അത് പെട്ടെന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടത്തിന്റെ മേൽ വരികയും ചെയ്തതോടുകൂടിയാണ് സംസ്ഥാന ഭരണചക്രത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഫിനാൻസ് വകുപ്പിന്റെ താളം തെറ്റിയത്. അതിനെ തുടർന്ന് പാനിക് ആവുന്ന കേരള ഫിസ്ക്കൽ സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കാണാൻ സാധിച്ചത്. 2023-ൽ EPW-ൽ ഞങ്ങളുടെ ഒരു ആർട്ടിക്കിള് പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിന്റെ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് എങ്ങനെയാണ് കേരളത്തിന്റെ ഫിസ്ക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഹെൽത്തിനെ ബാധിക്കുക എന്നുള്ള രീതിയിൽ അന്ന് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ നമുക്കറിയാം പലതരം കാരണങ്ങൾ കൊണ്ട് കിഫ്ബിയുടെ കാര്യങ്ങളിലെല്ലാം മെല്ലെപ്പോക്ക് ഇന്ന് കുറെ കൂടി തുറന്നു കാട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. വരുമാനത്തിന്റെ ഏതാണ്ട് 77% നമുക്ക് ചെലവാക്കാതിരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റും കൊടുക്കേണ്ടത് തന്നെയാണ്. അത് കൊടുക്കാതിരിക്കാനായിട്ട് ഒരു നിവൃത്തിയുമില്ല. കഴിഞ്ഞ സർക്കാർ കുറേയധികം പൈസ, ഏതാണ്ട് 48,000 കോടി രൂപ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക നീക്കിയാണ് കുറേയധികം സ്റ്റേറ്റ് ഫിനാൻസിനെ തള്ളിക്കൊണ്ടു പോയത്. എന്നാൽ ഇനി പുതിയ സർക്കാരിന് 48,000 കോടി രൂപയുടെ ഈ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കാനുണ്ട്. മാത്രമല്ല കിഫ്ബി വരുത്തി വെച്ചിരിക്കുന്ന 21,000 കോടി രൂപയുടെ കടബാധ്യത കൊണ്ട് തീർക്കാനുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകിയ മുന്നണി മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്.
ഇന്ന് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്രീ ബീസ് വെച്ച് പോകുന്ന സർക്കാരുകൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് താറുമാറാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കർണാടകത്തിൽ അങ്ങനെ കാണുന്നുണ്ട്, ബംഗാളിൽ അങ്ങനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ ഫ്രീ ഫീസ് കൊടുക്കാനായിട്ട് സർക്കാരുകൾ മത്സരിക്കുമ്പോൾ തകരാറിലാവുന്നത് സംസ്ഥാനത്തിന്റെ തന്നെ ഖജനാവാണ്. അതിന്റെയൊക്കെ ഇഫക്ട് വലിയ ടാക്സുകളായിട്ട് പൊതുജനങ്ങൾക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ പബ്ലിക് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള രീതിയിൽ അതെനിക്ക് തർക്കമൊന്നുമില്ല. കാരണം ആരുടെയെങ്കിലും ചുമലിൽ ഇത് വരാതെ നിർവാഹമില്ല. അപ്പൊ ഇത്തരത്തിലൊരു വലിയ വെല്ലുവിളിയാണ് പുതിയ സർക്കാരിന്റെ മുന്നിലുള്ളത്. അതിന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വഴിയായിട്ടുള്ളത്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാനുള്ള ചില ശ്രമങ്ങൾ വേണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നോക്കിയാൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും 72% നഷ്ടവും ഉണ്ടാക്കുന്നത് KSRTC, കേരള വാട്ടർ അതോറിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളാണ്. അതുപോലെ KSEBയെ കുറിച്ചും പരാമർശമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സബ്സിഡിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് നേരിട്ടുള്ള സബ്സിഡിയാണ് സർക്കാർ കൊടുക്കുന്നത്. അതിൽ നിന്ന് കൺസ്യൂമർ ലിങ്ക്ഡ് സബ്സിഡിയിലേക്ക്, അതായത് സബ്സിഡി വേണ്ട അല്ലെങ്കിൽ ഒരു സഹായം വേണ്ട ആളുകൾക്ക് സർക്കാർ നേരിട്ട് സഹായം എത്തിക്കുകയും ഇത്തരം സ്ഥാപനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറണമെന്നാണ് ഈ ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്. ഇത് 1991 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കിയ ഉദാരവൽക്കരണ നയങ്ങളുടെ തുടർച്ചയാണ്. അത് ശരിക്കും ഉദാരവൽക്കരണ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യയിൽ നടപ്പാക്കിയ അത്രയധികം തോതിൽ കേരളത്തിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്രയൊക്കെ പണം മുടക്കിയാലും അതിന്റെ എഫിഷ്യൻസിയിലേക്ക് വരിക എന്ന് പറയുന്നതിന് പല പരിമിതികളുമുണ്ട്. അതുകൊണ്ടാണ് ഒരു സർക്കാർ സ്ഥാപനവും നമ്മൾ എഫിഷ്യന്റ് അല്ല എന്നുള്ള രീതിയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ മേഖലകളിൽ നിന്ന് മാറുകയും ഗവേണൻസിന് പ്രാധാന്യം കൊടുക്കുകയും കൺസ്യൂമർ ബേസ്ഡ് സബ്സിഡിയിലേക്ക് മാറണം എന്നുള്ളൊരു നറേറ്റീവ് പൊതു ഫിനാൻസിൽ ഓൾറെഡി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ പല മേഖലകളിലേക്ക് ഇത് മാറിയത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ കേരളവും ഇത്തരം രീതികളിലേക്ക് ഈ ലോസ് മേക്കിംഗ് സ്ഥാപനങ്ങളെ അതിന്റെ വഴിക്ക് വിടുക, അതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൈവറ്റൈസ് ചെയ്യുക, കോമ്പറ്റീഷൻ അനുവദിക്കുക, അത്തരത്തിൽ അതിന്റെ വഴിക്ക് വിട്ട് അർഹരായ ആളുകൾക്ക് സബ്സിഡി കൺസ്യൂമർ ബേസ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുത്താൽ നമ്മുടെ കുറെ അധികം ബാധ്യതകൾ ഒഴിവാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരം ഗ്യാരണ്ടികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ലഭിക്കും. പലപ്പോഴും വെള്ളാനകളായി മാറുന്ന കാഴ്ചകളാണ് സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ കാണുന്നത്. അതിലൊരു പിടി വരണമെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ധവളപത്രത്തിൽ കാണുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമാക്കാം, നമ്മുടെ വരുമാന സാധ്യതകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം ഈ ധവളപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. കാരണം നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് മാർക്കറ്റ് ബോറോയിങ്സ് അല്ലെങ്കിൽ കടം വാങ്ങാനും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ചൈനയൊക്കെ ഡെവലപ്പ് ചെയ്ത പോലെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ നമ്മളുടെ നാട്ടിലെ പഞ്ചായത്തുകളും ജില്ലകളും ആണെങ്കിൽ അവരെ ഡിസ്ട്രിക്ട് വൈസ് ആണ് അവർ ചെയ്തത്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ അവർ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ വരുമാനം കൊണ്ടുവരികയും അങ്ങനെ സ്റ്റേറ്റ് എക്സ്ചെക്കറിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു പദ്ധതിയും ഇവിടെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളും അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളും ഒത്തിരി പണം ടേൺ ഓവർ നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, പല സഹകരണ സ്ഥാപനങ്ങളും സൂപ്പർ മാർക്കറ്റുകളും മറ്റു പല സംരംഭങ്ങളും വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതാണ്. പണം ടേൺ ഓവർ നടത്താനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അവരുടെ ആ കപ്പാസിറ്റിയെ കൂടുതൽ വിപുലപ്പെടുത്തുകയും ആ വിപുലപ്പെടുത്തുന്നതിലൂടെ ആ എക്കോണമിക്ക് വലിയൊരു ഊർജം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. പിന്നെ നമ്മളുടെ മാത്രമായിട്ടുള്ള അഡ്വാൻറ്റേജ് മേഖലയുണ്ട്, അത് നോളജ് എക്കോണമിയാണ്. കഴിഞ്ഞ സർക്കാർ അതിനെക്കുറിച്ച് പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ ടൂറിസം, ഹെൽത്ത് ടൂറിസം മുതലായ പല മേഖലകളിലും നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന് കുറെ കൂടി ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മുടെ കൊക്കൂണിൽ ഇരുന്നിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അല്ല, മറ്റ്
അന്തർദേശീയ തലത്തിലുള്ള നിലവാരത്തോട് കിടപിടിക്കുന്ന കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ സംവിധാനങ്ങൾ, ടൂറിസ്റ്റ് സർക്യൂട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പണം ഒഴുകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ പണം ഒഴുകി കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് സർക്കാരിന് സഹായം കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. അങ്ങ് മുന്നോട്ട് വെച്ച ആശയം വളരെ പ്രസക്തം തന്നെയാണ്. അത് ഭരണതലത്തിൽ തന്നെ അത് ഏറ്റെടുക്കേണ്ട ആശയങ്ങൾ തന്നെയാണ്. ഞാൻ ഡോക്ടർ സബിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം പറയുന്നത് അത്ര ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയല്ല. നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തെയൊക്കെ മുതലെടുക്കാൻ ഈ പറയുന്ന നമുക്കറിയാം ഈ ലോൺ ആപ്പുകൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം. പണ്ടത്തെ ഈ കൊള്ളപ്പലിശയ്ക്ക് സമാനമായിട്ടുള്ള കൊള്ളപ്പലിശക്കാർക്ക് സമാനമായിട്ടുള്ളതാണ് ഈ ലോൺ ആപ്പുകൾ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുവാൻ വേണ്ടി പലരും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വരവും ചെലവും തമ്മിൽ കൃത്യമായി അതിന്റെ ഒരു മോണിറ്ററിംഗ്, അതിലൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടത്തിലല്ലേ കേരളത്തിലെ കുടുംബങ്ങൾ വന്ന് എത്തി നിൽക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറച്ചുകൊണ്ട് ആ ഒരു ജാഗ്രത, ഒരു ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കുറെ കൂടി നമ്മൾ ഒരു ഫാമിലി തലത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ നിലനിർത്തുന്നത്? വളരെ 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 സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അദ്ദേഹം പറഞ്ഞ ഡോക്ടർ നിതിൻ പറഞ്ഞതിനകത്ത് പണത്തിന്റെ വിതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇത് ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വളരെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരം ഏതൊരു കാലത്തേക്കാൾ കൂടുതൽ വല്ലാതെ കണ്ടങ്ങ് വർദ്ധിച്ചു വരുന്ന പോലെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ആൾക്കാര് കുറച്ചുകൂടി കൂടുതൽ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ വലിയ കാര്യമാണ്. നമ്മൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണെന്നാണ് നമ്മൾ പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. വളരെ വേദനയോടുകൂടി ഒരു കാര്യം ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തീരദേശ മേഖലയിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്. 45 വയസ്സുള്ള ഒരു സഹോദരി. 20 വർഷമായിട്ട് അവര് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവരുടെ ആ ഒരു പിടി മണ്ണ് വേണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹത്തിന്റെ അങ്ങേയറ്റത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കിഡ്നികളിൽ ഒന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിദാരിദ്ര്യ വിമുക്തമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തില് സ്വന്തം കിഡ്നി വിറ്റ് ആ പൈസയ്ക്ക് 3.5 സെന്റ് ഭൂമി വാങ്ങിക്കേണ്ടി വരുന്ന ഒരു മത്സ്യത്തൊഴിലാളി വീട്ടമ്മയുടെ നാടാണ് നമ്മുടെ കേരളം. അപ്പോ വളരെ വലിയ അന്തരം, ഈ സമ്പത്തിന്റെ വിതരണത്തില് വലിയ അന്തരം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു നേർക്കാഴ്ച കാണണമെങ്കിൽ ഇത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും നമുക്ക് ഈ നേർക്കാഴ്ച കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാലറി എത്രയുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്നും നമ്മുടെ ഈ കേരളത്തിൽ UGCയും നെറ്റും PhDയും ഒക്കെ ഉള്ള അധ്യാപകര് 10,000-നും 12,000-നും ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു അധ്യാപകൻ തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശത്തുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹം രാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ ടാപ്പിംഗ് നടത്തിയതിന് ശേഷമാണ് കോളേജിൽ പോയിട്ട് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫും അതേ കോളേജിൽ അധ്യാപികയാണ്. ഇവർക്ക് 2 പേർക്കും കൂടി ഒരു മാസം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 23,000 രൂപയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ. നോക്കൂ, സമ്പത്തിന്റെ ഈ വിതരണം അത് വളരെ വലിയ അന്തരം സൃഷ്ടിക്കുന്നു. ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ UGC സ്കെയിലിൽ 1.5 ലക്ഷവും 2 ലക്ഷവും ശമ്പളം മേടിക്കുന്നവരും അതേ ക്വാളിഫിക്കേഷൻ, ഒരു പക്ഷേ അതിനപ്പുറമുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവര് വളരെ തുച്ഛമായ തുകയ്ക്ക് പഠിപ്പിക്കേണ്ടിയും വരുന്ന ഒരു അവസ്ഥ. ഞാൻ അവരുടെ ക്വാളിഫിക്കേഷനെയോ അവരുടെ കഴിവിനെയോ ഒന്നും കുറച്ചു കാണിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും ഒരു പോളിസി ലെവൽ തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സമ്പത്തിന്റെ വിനിയോഗം അത് ഇത്തരം ചില സൂചികകളെ അപേക്ഷിച്ചിട്ട് മാത്രം നടത്താതെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലത്തിലുള്ള ഒരു വിതരണം സംഭവിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്കൊക്കെ ഒരു വലിയ പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളത്. അതിനോട് അനുബന്ധമായിട്ട് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും കേരളത്തിന്റെ ഒരു പ്രത്യേക ഒരു പശ്ചാത്തലത്തില് നമ്മുടെ പലർക്കും നല്ല വീടുകളുണ്ട്. ഈ ബാഹ്യമായിട്ടുള്ള നമ്മുടെ വീടുകളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട്
അതിന്റെ ഉള്ളിൽ താമസിക്കുന്നവർ സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടുന്നു എന്ന രീതിയിലേക്കൊക്കെ ഒരു നറേറ്റീവ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ എത്രത്തോളം ദുരിതമാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, നല്ല ഒരു വീടൊക്കെ പണിയാൻ പലപ്പോഴും പല ഘടകങ്ങളുണ്ട്. ഈ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഭൂസ്വത്ത്, അതൊക്കെ അവിടെ ഒരു ഘടകമായി നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് എല്ലാം ഓക്കെയാണ്, ഓൾ ഈസ് ഓക്കെ എന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, കണ്ണീര് പലപ്പോഴും കാണാതെ പോകുന്നു. അതാണ് പലപ്പോഴും ദൗർഭാഗ്യകരമായിട്ട് പല ഈ പറയുന്ന സൂയിസൈഡിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? നമ്മളൊരു ഇമോഷണൽ വീട് മലയാളിക്ക് ഒരു ഇമോഷണൽ അസറ്റാണ് അല്ലെ. പലപ്പോഴും നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വീട് പണിയുന്നത്. നമ്മളൊരു വൈകാരികതയുടെ പേരിൽ നമ്മൾ ആവശ്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കടമെടുത്തും അല്ലാതെയും ഒക്കെ നമ്മളിങ്ങനെ വീട് വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ വീട് പണിത് കൂട്ടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് പ്രത്യേകിച്ചും അത് ഈ പറഞ്ഞ അതിന്റെ ഒരു കാര്യകാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതൊരു അതിവൈകാരികതയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ കുട്ടികൾ, ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം. നമ്മുടെ മൈഗ്രേഷൻ സർവേ പറയുന്നത് 2023 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കാണ്. 2023 കേരളത്തിൽ നിന്ന് പോയത് 2.5 ലക്ഷം കുട്ടികളാണ് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോയതെന്നാണ് പറയുന്നത്. 50,000 കോടി രൂപയാണ് അവരിവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് 2.5 ലക്ഷം പേര് വിദേശത്തേക്ക് പഠിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർഷം കേരളത്തിൽ ജനിക്കുന്നത് ഏതാണ്ട് 4 ലക്ഷം 5 ലക്ഷം കുട്ടികളാണ് എന്നാണ് ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും നമ്മുടെ വീടുകളൊക്കെ എന്താ പറയാ ആരോരുമില്ലാത്ത സത്രങ്ങളായിട്ടൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് നമ്മൾ ഒന്നുകൂടി ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളൊരു പുനർവിചിന്തനത്തിന് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ വീടുകൾ, അതുപോലെ തന്നെ എത്രയോ വാഹനങ്ങളാണ് നമ്മുടെ ഗ്യാരേജുകളിൽ കിടക്കുന്നത്, എത്രയോ വാഹനങ്ങളാണ്. ഞാനത് നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്, ഈ സമ്പത്തിന്റെ എന്താ പറയാ വിതരണത്തിൽ നമുക്ക് വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് സർക്കാർ സംവിധാനങ്ങളും കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം, സർക്കാരിന് ഒരുപാട് ബിൽഡിങ്ങുകൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈം ലൊക്കേഷനുകളിൽ എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ബിൽഡിങ്ങുകൾ, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബിൽഡിങ്ങുകൾ എല്ലാം നശിച്ച് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നു. ഇതേ സർക്കാർ തന്നെയാണ് ലക്ഷങ്ങൾ വാടക കൊടുത്ത് എന്താ പറയാ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ ഒരു മേഖലയിൽ നടത്തണമെന്ന് വലിയൊരു താല്പര്യം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം, ആലുവ നഗരത്തിലെ ഒരു ബിൽഡിങ്ങിന് സർക്കാർ കൊടുക്കുന്ന വാടക 75,000 രൂപയാണ് പെർ മന്ത്. അതേ നഗരത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ സർക്കാരിന്റെ മേഖലയിലും ഈ പറഞ്ഞ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാകും എന്നുള്ളതാണ് എന്റെ ഒരു വശം. വളരെ വ്യക്തമാണ്. നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള നീറുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഞാൻ ഡോക്ടർ നിതിനിലേക്ക് വന്നു കഴിയുമ്പോൾ, ഡോക്ടർ നിതിൻ, നമുക്കറിയാം ഈ പറയുന്ന പോലെ സാമ്പത്തിക പ്രതിസന്ധി അത് രൂക്ഷമാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ, ഒരു ചിത്രം ധവളപത്രം നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വരാൻ പോകുന്നത്, നേരത്തെ ഡോക്ടർ അഭിലാഷ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ, ഈ പറയുന്ന യുദ്ധം അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ അമേരിക്ക ചെലുത്തുന്ന താരിഫ് പോലുള്ള പല പ്രശ്നങ്ങൾ, എണ്ണ പ്രതിസന്ധി, അതൊക്കെ ഈ ഇന്ധന വില വർധനവിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിൽപ്പന നികുതിയൊക്കെ കുറയ്ക്കാനുള്ളൊരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈ വില വർധനവ്, അത് ജനങ്ങൾക്ക് അധിക ഭാരം ഏൽപ്പിക്കാതിരിക്കുവാൻ ഇത്തരത്തിലുള്ള നികുതി ഇളവ്, അത് നടപ്പാക്കുന്നതിൽ സർക്കാരിനെ, പ്രത്യേകിച്ച് കേരള സർക്കാരിനെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പിന്തിരിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അതായത് ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ സംഭവിക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് സാധാരണ ജനങ്ങളുടെ മേൽ വരുന്നു. എല്ലാ തരത്തിലുള്ള വില വർധനവും അതിന്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ സാധാരണ ജനങ്ങളുടെ മേൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മെ തുറച്ചു നോക്കുന്നില്ലേ ഡോക്ടർ നിതിൻ? തീർച്ചയായിട്ടും നമ്മുടെ ആഗോള പ്രതിസന്ധി, അതായത് US ഇറാൻ വാർ തുടങ്ങി വെച്ചതിന് ശേഷം ലോകത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് വലിയ ആശങ്കകളാണ് തരുന്നത്.
മെയ് മാസം വരെ നമ്മുടെ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് അത് നമ്മളിലേക്ക് എത്താതെ നോക്കുന്നതിൽ സർക്കാരുകൾ വിജയിച്ചു. എന്നാൽ അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് വലിയൊരു വർധനവാണ് ഇന്ധന വിലയിൽ വന്നിരിക്കുന്നത്. ഇന്ധന വിലയിലെ വർധനവ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അത് മറ്റ് അവശ്യ സർവീസുകളിലേക്ക് എല്ലായിടത്തേക്കും തന്നെ ആ വില വർധനവ് കാണാനായിട്ട് പോവുകയാണ്. അതിൽ രണ്ട് വ്യത്യാസങ്ങളാണ്, ഒരു അന്തരമുണ്ട്. ഇന്ത്യ ആസ് ആൻ എക്കോണമി, ഇന്ത്യയെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ അത്രയും ഇൻഫ്ലേഷൻ 2% അതിന് താഴെയും ഒക്കെ ആയിട്ടാണ് നിലനിന്നിരുന്നത്. എന്നാൽ കേരളത്തിന്റെ കാര്യം നോക്കിയാൽ കേരളത്തിലെ വിലക്കയറ്റം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിന്റെ സമയത്ത് തന്നെയാണ് നിന്നത്. 9% മുകളിലായിരുന്നു കേരളത്തിന്റെ വിലക്കയറ്റം ഈ കാലഘട്ടത്തിലൊക്കെയും നിന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് ഓൾ ഇന്ത്യ ലെവലില് ഇനി ഇൻഫ്ലേഷൻ വർദ്ധിക്കും. കാരണം പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഒക്കെ വർധനവ് മറ്റെല്ലാ പ്രോഡക്ട്സിലേക്കും വരും. മാത്രമല്ല എൽ നിനോ പ്രതിഭാസം ആണ് ഈ വർഷം ഉണ്ടാകുന്നത് എന്നാണ് എസ്റ്റിമേറ്റ് പറയുന്നത്. അത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെയും ബാധിക്കും. അതോടെ തുടർന്ന് ഫുഡ് പ്രൈസസിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് കേരളത്തിന് ഏൽപ്പിക്കാൻ പോകുന്ന ആഘാതം വലുതായിരിക്കും. കാരണം ഒന്നാമത് തന്നെ വലിയ ഇൻഫ്ലേഷൻ ഓൾറെഡി ഉള്ള ഒരു സംസ്ഥാനമാണ്. നേരത്തെ സുമിച്ചൻ സാർ പറഞ്ഞ പോലെയുള്ള റിയൽ വേജ് ഗ്രോത്ത്, അതായത് യഥാർത്ഥത്തിലുള്ള കൂലി വർധനവ് നോക്കിയാൽ കേരളത്തിൽ പല സെക്ടറുകളിലും കൂലിയുടെ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള സർവീസ് മേഖലകൾ, പ്രത്യേകിച്ച് നഴ്സുമാരുടെ പോലെ, അതുപോലെ ടീച്ചർമാര്, ഡോക്ടർമാര് പോലെയുള്ള എല്ലാ മേഖലകളിലും ഉള്ള ആളുകളുടെ പരിദേവനങ്ങളാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ വരുന്നത്. ടീച്ചർമാരുടെ കാര്യം സാറ് പറഞ്ഞു, ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു, നഴ്സുമാരുടെ കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളിലെ വേജ് റേറ്റ് കൂടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിലക്കയറ്റം കൂടുന്നത് കൊണ്ട് വലിയ ഞെരുക്കമാണ് കേരളം അനുഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല കേരളത്തിലേക്ക് ഏറ്റവും വലിയ റെമിറ്റൻസ് വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അവിടെയാണ് ഈ യുദ്ധം വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മിഡിൽ ഈസ്റ്റിനെ ഇനി വരും നാളുകളിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തന്നെ തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകമായി എഫക്ട് ചെയ്യുക കേരളത്തെ ആയിരിക്കും. അങ്ങനെ കേരളത്തിന്റെ വരുമാന സാധ്യതകളിലെ വലിയൊരു വിള്ളൽ ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് നമുക്ക് കിട്ടേണ്ട നികുതി അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന നികുതി കുറയ്ക്കാനുള്ള ഒരു സമ്മർദ്ദം ഈ സർക്കാരിന് മേലുണ്ടായിരിക്കുന്നത്. സർക്കാരിന് വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് സർക്കാർ ചില കാര്യങ്ങളിലെങ്കിലും ഒന്ന് വിട്ടുവീഴ്ചയുണ്ട്. എങ്കിൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. കാരണം അത് പിന്നീട് മറ്റു പല മേഖലകളിലെ ടാക്സുകളായി നമുക്ക് മുന്നിലേക്ക് തന്നെ വരികയും തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയൊരു ഫിസ്ക്കൽ സ്പേസ് ഈ സർക്കാരിന് മുകളിലില്ല. പിന്നെ വരാനിരിക്കുന്നത് വലിയൊരു അനിശ്ചിതത്വത്തിന്റെ കാലമാണ്. കാരണം ഈ യുദ്ധത്തിന്റെ ഇഫക്റ്റ് ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അത് വളരെ സ്ലോവിൽ ഘട്ടം ഘട്ടമായി നമുക്ക് അതിന്റെ ഇഫക്റ്റുകൾ മനസ്സിലാക്കും. അപ്പോൾ ആ സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ആ സമയത്ത് വിപണിയിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതിന് വിപണിയിൽ സർക്കാർ, ഇപ്പൊ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെയാണ് വിപണിയിൽ ഇടപെടുന്നത്. അതത്ര കാര്യക്ഷമമായിട്ടല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത്. അതിന് വലിയൊരു ഉത്തരം ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. കേരള ബിവറേജസ് കോർപ്പറേഷനെയും കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും ഏകീകരിക്കുക എന്നുള്ളതാണ്. ബിവറേജസ് കോർപ്പറേഷന് കുറേയധികം വരുമാനം ഉള്ള ഒരു സംഘടനയാണ്, ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ലയിപ്പിക്കുമ്പോൾ അതിന്റെ വരുമാനം കൂടി ഈ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഷെയർ ചെയ്യപ്പെടുകയും അത് വിപണിയിൽ വരികയും ചെയ്താൽ സാധാരണക്കാർക്ക് ഒരു താങ്ങാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാനായിട്ട് പറ്റുക. ഞാൻ അവസാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ പാനലിലുള്ള 3 അതിഥികളും അധ്യാപകരാണ്. അതിനാൽ തന്നെ നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ സമ്പത്ത് എങ്ങനെ കൃത്യമായി അത് വിനിമയം ചെയ്യണം, അതെങ്ങനെ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അത് നമ്മുടെ യുവതലമുറയിൽ നിന്നും ആരംഭിക്കേണ്ടതല്ലേ? അങ്ങ് ഇപ്പോൾ നമ്മുടെ പാനലിലുള്ള 2 പേരും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. കോളേജ് തലത്തിൽ തന്നെ നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യമല്ല, മനോഭാവമല്ല ഇപ്പോൾ
കോളേജ് വിദ്യാർത്ഥികളുടേത് വലിയ രീതിയിലുള്ള ഒരു ചെലവ്, വലിയ വലിയ ഐഫോൺ ഗാഡ്ജറ്റ്, അങ്ങനെ ആ രീതിയിലാണ് അവരുടെ പോക്കും അല്ലെങ്കിൽ അവരുടെ മനോഭാവമൊക്കെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, നമ്മൾ കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞു, അത് ആരംഭിക്കേണ്ടത് നമുക്കറിയാം ഈ യുവതലമുറയാണ് ഭാവിയിലെ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഒക്കെ ആയിട്ട് വരേണ്ടത്. അപ്പോൾ അതിനാൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ നമ്മുടെ യുവതലമുറയിൽ നിന്നും തന്നെ ആരംഭിക്കേണ്ടതല്ലേ? അതിന് രണ്ട് അധ്യാപകർക്ക് മറുപടി പറയാം. ആദ്യം ഡോക്ടർ സെമിച്ചൻ. വളരെ പ്രസക്തമായൊരു കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. സാമ്പത്തികമായ ഒരു അച്ചടക്കം പഠിക്കുക, വളരുക എന്നുള്ളത്. പണ്ട് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ സഞ്ചയിക നിധിയിലൊക്കെ പൈസ നിക്ഷേപിച്ച് മിതവ്യയ ശീലമൊക്കെ പഠിച്ചു തുടങ്ങിയവരാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ നിന്നുപോയി തോന്നുന്നു ഒരു കാലഘട്ടത്തിന് ശേഷം. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു സാമ്പത്തിക നിലവാരത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഈ നമ്മള് പാർട്ട് ടൈം ജോലികളെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ്. അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കണം എന്നുള്ളത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി മാറണം. കുട്ടികൾ ഒരു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടി അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷം വിദേശത്തായിരുന്നു. അവിടെ കണ്ട ഒരു വളരെ നല്ല ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പരമാവധി പുനരുപയോഗിക്കാനുള്ള ഒരു സംസ്കാരം അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എന്ത് സാധനവും, ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് സാധനവും അവരെന്ത് ചെയ്യുന്നുണ്ട്, റീയൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു ക്ലോത്ത് ബാഗ് ഒക്കെ യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉപയോഗിച്ച് വീണ്ടും സെല്ല് ചെയ്യാവുന്ന അത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു കൾച്ചറിൽ നമുക്കത് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ എത്രയോ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചില പ്രായോഗികമായ രീതികളിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യമാണ്. ഈ ഞാൻ പറയാം, ഈ ഗിഫ്റ്റ് ചാരിറ്റി ഷോപ്പുകളൊക്കെ ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. അത്തരം നമ്മുടെ കലാലയങ്ങളോടൊക്കെ അനുബന്ധിച്ച് അത്തരം ചാരിറ്റി ഷോപ്പുകൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. നമ്മുടെ വീടുകളിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹൗസ് വാമിംഗ് നടന്ന വീട്ടില് എത്രയോ സാധനങ്ങൾ ഉപയോഗിക്കാതെ തട്ടുംപുറത്ത് ഇരിപ്പുണ്ടാവും. ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അത്തരം സാധനങ്ങളെ പുനരുപയോഗിക്കാനൊക്കെ ഉള്ള ഒരു പരിശീലനം വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നി. ഞാൻ ഡോക്ടർ നിതിനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഡോക്ടർ നിതിൻ നേരത്തെ ഡോക്ടർ സെമിച്ചൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു സേവിങ്സ്, ആ ഒരു കൾച്ചർ പലപ്പോഴും ഇന്നത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ട് പോകുന്ന ഒരു കാഴ്ച. നമുക്ക് പഴയ തലമുറയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു മാസത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും പിന്നെ 0-ൽ നിന്നാണ് പലപ്പോഴും പലരും സ്റ്റാർട്ട് ചെയ്യുന്നത്. മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും സാലറി ബാലൻസ് എന്നൊക്കെ പറയുന്നത് 0-ആണ്. ഒരു സേവിങ്സിലേക്ക് പോകുന്നില്ല. പല കാരണങ്ങളും ഉണ്ടാകാം. കൃത്യമായിട്ട് ചിലപ്പോൾ ശമ്പളത്തിലെ കുറവ് അതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും 1 രൂപയാണെങ്കിൽ 1 രൂപ അത് സേവ് ചെയ്യുക എന്ന ഒരു കൾച്ചർ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതം അല്ലേ? അത് നടപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഡോക്ടർ നിതിൻ? സേവിങ്സ് റേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആയിരുന്നു ലാസ്റ്റ് ഇയർ കഴിഞ്ഞു പോയത്. ഇന്ത്യ എന്ന് പറയുന്നത് സേവിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എക്കോണമി ആയിരുന്നു. എന്നാൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് വളരെയധികം കുറയുന്ന ഡേറ്റകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു. നമ്മൾ ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് കുറെ കാലത്തിന് ശേഷമാണ് നമ്മളത് വാങ്ങുക, മാറ്റിവെച്ച് പിന്നീടാണ് നമ്മളത് വാങ്ങുക. എന്നാൽ ഇന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് ഒരു സാധനം വാങ്ങണം എന്ന് നമുക്ക് തോന്നിയാൽ ഉടൻ തന്നെ വാങ്ങുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയി. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം യുവാക്കളാണ് അധികവും. നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഏതാണ്ട് 28 വയസ്സാണ്. അപ്പൊ അത്തരം യുവാക്കളുടെ അതിപ്രസരം നമ്മളുടെ സേവിങ്സ് രീതികളെ മാറ്റി, നമ്മുടെ സ്പെൻഡിങ് രീതികളെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ വളരെ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പം ലഭിക്കുന്ന EMI ഓപ്ഷനുകളുടെ പിറകെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യൻ യുവതകൾ മാറുന്നത്. അത് ലോകം മുഴുവനുണ്ടായ ഒരു മാറ്റമാണ്. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റി വളരെ ചീപ്പായി ലഭിക്കാൻ തുടങ്ങി. ഇത് ആദ്യം ലഭിച്ചത് അമേരിക്കയിലും യൂറോപ്പിലുമാണ്. അവിടെ ഈ ഒരു ട്രെൻഡ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അവരെ എല്ലാ, നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടില് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ തന്നെ വലിയ സമ്പാദ്യമൊന്നും കയ്യിലില്ല, പക്ഷെ അവരെല്ലാവരും ജീവിതം ആസ്വദിക്കുന്നു എന്നുള്ളതാണ്.
ആ ഒരു ട്രെൻഡിലേക്ക് നമ്മളുടെ ഇന്നത്തെ യുവാക്കളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കും ആ ട്രെൻഡ് പതിയെ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ നമുക്കറിയാം ബാക്ക് പാക്ക് ചെയ്യുന്നതും സോളോ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ കൂടി. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ജപ്പാനാണ് നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക. അവിടെ ഈ പറയുന്ന വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് വന്നുവെങ്കിലും അവരവരുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമാണ് ജപ്പാനീസ് സമൂഹം. അപ്പൊ അതുപോലെ ഈ പറയുന്ന പുനരുപയോഗവും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമൂഹത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന ജപ്പാന്റെ മാതൃകയാണ് ഇന്ന് ഇന്ത്യക്ക് വേണ്ടതെന്നാണ് എനിക്ക് പറയാനായിട്ട്. നമ്മൾ നമ്മുടെ പഴയ സംസ്കാരങ്ങളെ നമ്മൾ മറന്നു കളയരുത്. നമ്മൾ എവിടെ നിന്നാണ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ദരിദ്രമായ സിറ്റുവേഷനിൽ നിന്നാണ് ഇന്നൊരു മിഡിൽ ഇൻകം രാജ്യമായിട്ട് ഇക്കോണമി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് ലീവേ ഇല്ല. ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള പോലെയുള്ള കുറേയധികം ഒരു ഫിസിക്കൽ സ്പേസോ അല്ലെങ്കിൽ ഒരു സ്പെൻഡിങ് സ്പേസോ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് കുറച്ചധികം സേവിങ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ വലിയ വീടുകൾ, വലിയ കാറുകൾ, മനസമാധാനമില്ലാത്ത മനസ്സുകൾ, ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോകാതിരിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്തരം അനുഭവങ്ങൾ കണ്ടു പഠിക്കുന്നവരാകാം, അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുന്നവരാകാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചർച്ച അവസാനിക്കാറെങ്കിൽ പോലും ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമുക്കറിയാം നമ്മൾ യുവാക്കളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. ഈ ക്രെഡിറ്റ് കാർഡ് സംസ്കാരമൊക്കെ പലപ്പോഴും ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ പേഴ്സിൽ കാശ് സൂക്ഷിക്കുന്നു. അപ്പോൾ പേഴ്സ് കാലിയാവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ജിപേയും അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ക്രെഡിറ്റ് കാർഡൊക്കെ വരുമ്പോൾ ഈ അക്കൗണ്ട് കാലിയാവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പലപ്പോഴും മെനക്കെടാറില്ല ആരും തന്നെയും. അതും ഈ പറയുന്നത് പോലെ അനിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ചെലവ് അല്ലെങ്കിൽ ഒരു ദൂരത്തിലേക്കൊക്കെ നയിക്കുന്ന ഒരു ചെറിയൊരു ഘടകമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കുമോ ഡോക്ടർ നിതിൻ? തീർച്ചയായിട്ടും അതൊരു ബിഹേവിയറൽ ഇന്റർവെൻഷൻ ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് പൈസ കൂടുതൽ, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈസ പോകുന്നതിന്റെ ഒരു പെയിൻ നമുക്കറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ബിഹേവിയറൽ ഇന്റർവെൻഷൻ ആണ് ഇതിൽ സംഭവിക്കുന്നത്. നമ്മളെ ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇത് ഒരിക്കലും നെഗറ്റീവായിട്ട് കണക്കാക്കരുത്. ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. എങ്കിൽ പോലും നമ്മൾ റിയൽ മണി അല്ലെങ്കിൽ റിയൽ കറൻസി എടുത്തു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇതിന്റെ വോളിയവും മാഗ്നിറ്റ്യൂഡും കൂടുന്നു എന്നുള്ളത് പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനെ ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ അർജിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ അഡിക്ഷൻ എന്നുള്ള നിലവാരത്തിൽ, ഡിജിറ്റൽ അഡിക്ഷൻ നിലവാരത്തിൽ ആയ സ്ഥിതിക്ക് അതിന്റെ കൂടെ വന്ന ഒരു കൂടപ്പിറപ്പാണ് ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫറും. അപ്പൊ അതിനെ വളരെ കൃത്യമായി മനസ്സ് വെച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ പാടാണ്. കാരണം ഇന്ന് കറൻസിയുടെ സർക്കുലേഷൻ വളരെയധികം എക്കോണമിയിൽ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്താൽ ബാക്കി പൈസ തരാൻ ഷോപ്പുകളിലില്ല. അതും ഒരു ബിഹേവിയറൽ ഇന്റർവെൻഷൻ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ കൂടുതൽ സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാ രീതികളിലും നിങ്ങളുടെ കയ്യിലെ പൈസയാണ് ഉന്നം. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള അവധാനത നമ്മുടെ എല്ലാവർക്കും വേണമെന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിൽ പറയാനുള്ളത്. അവസാനമായിട്ട് ഡോക്ടർ ശ്രമിച്ചാൽ അങ്ങേക്ക് അതിനോട് ആഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, നിതിൻ സാർ പറഞ്ഞത് വളരെ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഞാനും പലപ്പോഴും വ്യക്തിപരമായി തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സാലറി വരുന്നു അല്ലെങ്കിൽ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് സ്പെൻഡ് ചെയ്തു പോകുന്നു എന്നുള്ളത്. അത് നമ്മൾ വളരെ പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മളുടെ ഡിജിറ്റൽ അക്കൗണ്ടുകൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യാനെന്ന് ഉള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഷോപ്പിംഗ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പലപ്പോഴും
ഒരു ആവശ്യവുമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ കയറി ഷോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. നമുക്ക് ടെൻഷൻ വന്നാൽ ഷോപ്പ് ചെയ്യുന്നു, സന്തോഷം വന്നാൽ ഷോപ്പ് ചെയ്യുന്നു. ഷോപ്പിങ്ങിന് എന്തെങ്കിലും ഒരു കാരണം നോക്കി നടക്കുകയാണ് പലപ്പോഴും നമ്മൾ. അപ്പൊ ആ ഒരു തീരുമാനം നമ്മൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി മലയാളി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ കീശ മാത്രമല്ല, നമ്മുടെ സമാധാനവും. അദ്ദേഹം നേരത്തെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, എന്താ പറയാ, വലിയ വീടുകളും വലിയ കാറുകളും മനസ്സമാധാനമില്ലാത്ത മനസ്സുകളും എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേ ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ വ്യക്തിയും എടുക്കേണ്ട ഒരു വലിയ തീരുമാനമായിട്ട് ഈ ദിവസത്തെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും തന്നെയാണ് നിർദ്ദേശകന ബിഗ് ഡിബേറ്റ് പങ്കുവച്ചത്. തീർച്ചയായിട്ടും അത് എത്തേണ്ടടുത്ത് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഈ ചർച്ച പങ്കുവച്ച ആശയങ്ങൾ അതിന്റെ യഥാർത്ഥ തലത്തിൽ തന്നെ, യഥാർത്ഥ ഫലത്തിൽ തന്നെ, യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ സിമിച്ചൻ, ഒപ്പം തന്നെ ഡോക്ടർ നിതിൻ, 3 പേർക്കും നന്ദി.